ഇപ്രാവശ്യത്തെ ഓണം താത്തക്കുട്ടികൾ അല്ലെങ്കിൽ കാക്കമാരെ കുട്ടികൾ തൂക്കി എന്നുള്ളതാണ് ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട തരംഗമായിട്ടുള്ള ചർച്ച. സത്യത്തിൽ അത് താത്തക്കുട്ടികൾ തൂക്കിയേക്കാണോ മറ്റു മതസ്ഥർ വളരെ ബഹുമാനത്തോടു കൂടി നടത്തിപ്പോരുന്ന ഒരു ആരാധനയെ മലിനമാക്കിയേക്കാണെന്നുള്ളത് ഉസ്താദ് പറയണമെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഓണമല്ലേ ഇപ്പൊ തിരുവോണം. ഓണം വന്നപ്പോഴത്തേക്ക് മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും പടച്ചവനെ ഇങ്ങനെ ആഘോഷത്തിന്റെ മതിമറവിലാണ്. അല്ലാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പൊ നമ്മളിപ്പോ ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അടുത്ത കമന്റ് എന്ന് പറയുന്നത് ഓണം മുസ്ലിങ്ങൾ തൂക്കി എന്നാ പറയണേ. ഇപ്പൊ തൂക്കലിന്റെ കാലവാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം പെൺകുട്ടികൾ തൂക്കി കോളേജിൽ സാരി ഇട്ടുണ്ട് തലേ തുണി ഇട്ടുണ്ട് ആടുന്ന പെൺകുട്ടികളുടെ വീഡിയോ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാ തോന്നണേ. ഇത് സങ്കടം ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയോ? പണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊക്കെ ഓണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുന്നവരാണ്. ഓണമെന്ന് പറയുമ്പോ ആ ഓണത്തിന് അവരൊരു ബഹുമാനവും ആദരവും അവർ കൊടുക്കുന്നുണ്ട്. ആ ആദരവും ബഹുമാനവും കൊടുക്കുന്ന ആ ഓണം വരുമ്പോൾ നമ്മുടെ മക്കളാണെങ്കിൽ സാരി ഉടുത്തിയിട്ട് കിട്ടിയ അവസരം പോലെ കിടന്നുകൊണ്ട് എന്തൊക്കെയാ കാണിക്കുന്നത്? എന്ത് പേക്കൂത്താടോ കാണിക്കണേ? എടോ ഡാൻസ് ആടലോ ഫറദ ഇടലോ സാരി ഉടുക്കലോ അല്ല വിഷയം. ഒരു സമൂഹം വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ആരാധന. ഇപ്പം വലിയ പെരുന്നാൾ വരുന്നു, ചെറിയ പെരുന്നാൾ വരുന്നു. അവരൊക്കെ എന്ത് ബഹുമാനം. നബിദിന റാലി നടത്തുന്നു. എത്ര ബഹുമാനം. ആ നബിദിന റാലി നടത്തുന്നവർക്ക് വെള്ളം കൊടുക്കുന്നത് അമ്പലത്തിന്റെ മുമ്പിലാ. ഇവിടുത്തെ ഹൈന്ദവനും മറ്റുള്ളവരൊക്കെ ഓട്ടോ ഡ്രൈവർമാർ എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നു. നമ്മൾ ബഹുമാനത്തോടു കൂടി കാണുന്നതിന് അവരും ബഹുമാനിക്കുന്നു. ഹൈന്ദവ വിശ്വാസികൾ ഓണത്തിന് ആ ഓണം എന്ന് പറയുന്നത് ഒരു ആരാധന പോലെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു കാര്യത്തെ ഈ ഉമ്മത്ത് സാരി ഉടുത്തി ഡാൻസും ചെയ്ത് കോമാളിത്തരം കാണിച്ചിട്ട് അവരുടെ മനസ്സു വേദനിപ്പിക്കുക ചെയ്യുക. ഈ നമ്മുടെ ഉമ്മത്ത് ചെയ്യുന്നത് മാത്രമേ വീഡിയോയുള്ളൂ, പ്രസംഗമുള്ളൂ, പാട്ടുള്ളൂ, വേറൊന്നുമില്ല. പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത് മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കണമെന്ന. ലക്കും ദീനക്കും വലിയ ദീൻ. അവർക്ക് അവരവരുടേതായ ദീൻ, അവരവരുടെ വിശ്വാസങ്ങൾ, അവരവരുടെ ആദർശം, ആശയം ബഹുമാനിക്കാൻ നീ പഠിക്ക്. സൗഹാർദ്ദം, മതസൗഹാർദ്ദം, മതസൗഹാർദ്ദം, മതസൗഹാർദ്ദം. എടാ പൊട്ട, മതത്തിന് സൗഹാർദ്ദം ഒന്നുമില്ല. മതത്തിന് എന്ത് സൗഹാർദ്ദം? മനുഷ്യനാ സൗഹാർദ്ദം വേണ്ടത്. മതത്തിന് എന്ത് സൗഹാർദ്ദം? ഹൈന്ദവനാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും മതങ്ങൾക്കല്ല സൗഹാർദ്ദം വേണ്ടത്, മനുഷ്യനാണ് സൗഹാർദ്ദം വേണ്ടത്. അല്ലാഹു നമ്മുടെ മനസ്സുകൾക്ക് സൗഹാർദ്ദം നൽകുമാറാകട്ടെ. മതത്തിന് വല്ല സൗഹാർദ്ദം വേണോ? മനുഷ്യനാണോ വേണ്ടത്? ആദ്യം നന്നാകേണ്ട നമ്മൾ. അല്ലാഹു നമ്മളെ